ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒടുവിൽ അങ്ങനെ അവന്തിക തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ നാഗേന്ദ്രൻ അന്ന് അടുത്ത് വന്ന് പറയണം. അനിയേട്ടന് ഭയങ്കര സന്തോഷമാച്ചാ ആ നന്ദു എന്ന് പറയുന്നവളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരാനായിട്ടാ അനിയേട്ട ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നാഗേന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അച്ഛാ. ഈ കാര്യങ്ങളൊക്കെ കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് അനിയേട്ടൻ എത്ര സന്തോഷത്തോടു കൂട്ടി അതിനെ എന്നോട് സംസാരിച്ചേ. ഇപ്പൊ 2ാം തവണയാണ് എന്റെ വിവാഹം മുടങ്ങണേ. എനിക്ക് എത്രമാത്രം വേദനയുണ്ടെന്ന് അറിയാവോ? അനിയേട്ടൻ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചു പോലുമില്ല. അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനിരിക്കുന്ന ആളാ. ആ വിവാഹം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതിൽ പരൊരു അപമാനം എനിക്ക് കിട്ടാനില്ല എന്ന് പറഞ്ഞു. മോളെ, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ അനിയുടെ വിവാഹം അത് നടക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനവളെ ഇല്ലാതാക്കേണ്ട വന്നാൽ അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. നന്ദു എന്ന് പറയുന്നവള് ഒരിക്കലും നിനക്കൊരു തടസ്സമായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. അല്ല, മൂർത്തി പറഞ്ഞു കഴിഞ്ഞല്ലോ, അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം മുടങ്ങിക്കഴിഞ്ഞ അനാമികയും തമ്മിലുള്ള വിവാഹമല്ല, ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ നിങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കുന്ന. അതെ, അത് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നിശ്ചയം അങ്ങനെ നടത്തുന്നില്ല, കല്യാണം നടത്താന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പിന്നെ പേടിക്കണ്ട മോളെ, ഞാൻ വേണമെങ്കിൽ അവരെ ഡീൽ ചെയ്തോളാം. അവർക്ക് വേണ്ടത് പണമല്ലേ അനാമികയ്ക്ക്. പണം കിട്ടിക്കഴിയുമ്പോൾ അനാമികയും വേണു എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഡിവോഴ്സ് കൊടുത്തോളൂ. അനന്തമൂർത്തിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്കില്ല. എനിക്ക് എൻ്റെ മോളുടെ ഭാവി നോക്കണം. അത് മാത്രമല്ല, എനിക്ക് മൂർത്തിയോട് പ്രതികാരം ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് അവന്തിക എന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്ത് ചെയ്യണമെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം, അധികം വൈകിപ്പിച്ചു കൂടാന്ന് പറഞ്ഞു. മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അല്ല, മോളുടെ അമ്മയ്ക്ക് വല്ല സംശയമുണ്ടോ മോളുടെ പേരിൽ മോൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത്? ഏയ്, എന്നെ അത്രയ്ക്ക് സംശയമൊന്നുമില്ല അമ്മയ്ക്ക്. പക്ഷെ അഭിയേട്ടന് നല്ല സംശയമുണ്ട്. കാരണം അഭിയേട്ടനെ ജ്വല്ലറിലെ ജോലി ചെയ്തോണ്ടിരുന്നേ. ഇനിയിപ്പൊ അഭിയേട്ടൻ അച്ഛനെ കണ്ടിട്ടുണ്ടായിരിക്കുവോ? അച്ഛൻ അഭിയേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കുവോ? അവൾക്ക് ആ ഭയം കാണും. അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ? അമ്മ എന്തുകൊണ്ടാ അച്ഛനെ ഭയക്കണമെന്ന് ചോദിച്ചു. അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് മോളെ. അവൾ എന്നെ ഭയക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് പേടിയാണ് എന്റെ മടങ്ങി വരവ്. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയുന്നു പ്രവർത്തിക്കുന്നു, മക്കളോട് എന്തേലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അവന്തി ചോദിച്ചു, അതെന്താച്ചാ? അത് പറയാൻ സമയമായിട്ടില്ല മോളെ. നിന്റെ അമ്മ വെറുതെ എന്നെ ഭയക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റാനായിട്ടാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഭയമാണ് എന്നെ. അന്നെന്നെ അനന്തമൂർത്തി അവിടെ നിന്ന് അടിച്ചിറക്കണ സമയത്ത് നിന്റെ അമ്മ അത് നോക്കി നിന്നാൽ അത് എന്നോടൊപ്പം ഇറങ്ങി പോന്നില്ല. അന്ന് ഞാൻ ഒന്നുമല്ലാത്തവനായിരുന്നു. 1 രൂപ പോലും കയ്യില്ലാതെ അന്ന് ഞാൻ അവിടുന്ന് പടിയിറങ്ങിയത്. പക്ഷെ ഞാൻ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അത് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അന്തി പറഞ്ഞു, അല്ല അച്ഛന് പറയാൻ ബുദ്ധിമുട്ടുണ്ടേ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ മോളെ, പിന്നീട് ഒരു ദിവസമാട്ടെ, മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. ഞാനല്ലേ പറയണേ. മോളും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യും. അതിന് ഏതറ്റം വരെ പോകാവോ അത് ഞാൻ ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ അവന്തിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് നാഗേന്ദ്രൻ പറഞ്ഞു വിടുന്നത്. ഈ സമയത്ത് നാഗേന്ദ്രൻ മനസ്സിലേക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ വരുവാണ്. ജലജയെ വിവാഹം കഴിച്ചത് മുതലുള്ള കാര്യങ്ങളൊക്കെ. ജലജ പണ്ട് മുതലേ ഒരു കുരുട്ടുപൊത്തി സ്വഭാവ കാര്യങ്ങളായിരുന്നു. അനന്തമൂർത്തിയും വസ്തുരാമയൊക്കെ എടുത്തു വളർത്തിയതാണെങ്കിലും ജലജയ്ക്ക് എപ്പോഴും ഒരു തന്നിഷ്ട സ്വഭാവം അഹങ്കാരം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചിന്തയോട് കൂടിയിട്ടൊന്നും അല്ല ജലജ വളർന്നു വന്നേ. പിന്നെ എടുത്തു വളർത്തിയതാണെങ്കിലും പെൺകുട്ടി ആയതുകൊണ്ട് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് മൂർത്തി മുത്തച്ഛനൊക്കെ വളർത്തിയത്. അപ്പൊ അതിൻ്റെതായ എല്ലാ ദൂഷ്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം സ്നേഹം കൂടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ജലജയുടെ സ്വഭാവം വരെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ കുടുംബത്തിന് ചേരുന്ന സ്വഭാവമായിരുന്നില്ല ജലജയ്ക്ക്. പോരാത്തേന് ഈ പറയുന്ന നാഗേന്ദ്രനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തി. അതൊക്കെ നാഗേന്ദ്രന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നി മായുവാണ്. അന്ന് ജലജ തന്നോട് ചെയ്ത ചതി, അത് കാരണമാണ് തനിക്ക് അനന്തപുരി വിട്ടിറങ്ങേണ്ടി വന്നത്. എന്നിട്ടോ അവള് നല്ല വെള്ളിയായിട്ട് അവിടെ കയറിയിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ നാഗേന്ദ്രന് സഹിച്ചില്ല. ജലജയ്ക്കിട്ടുള്ള പണി കൊടുക്കണം എന്നൊക്കെയൊരു ചിന്തയായിരുന്നു മനസ്സിൽ. ഈ സമയത്ത് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് കനകയും ഗോവിന്ദനും വീട്ടിലേക്ക് വരുന്നത്. നന്ദു ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്ദു വരാൻ വേണ്ടി കാത്തിരുന്നു. നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക കാത്തിരിക്കുമായിരുന്നു.
നന്ദു ഇന്ന് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കനക വിളിച്ചു. അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ അമ്മ, എന്താ കാര്യം, എന്താ നീ എന്ത് പരിപാടിയാ കാണിച്ചേ? എന്ത് എടി, നിന്നോട് ആരാ പറഞ്ഞത് മൂർത്തി സാറിനെ വിളിച്ചിട്ട് അനാമിക പരാതി കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ഓ, അതാണോ? എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയണ്ടേ? എടി, നിനക്ക് സാമാന്യ ബോധമൊന്നുമില്ലേ? നിന്നെ ഞാൻ അനന്തപുരിയിലേക്ക് അനിയുടെ നിശ്ചയത്തിന് കൊണ്ടാവാത്തതിന് കാരണം എന്താണെന്നറിയാവോ? നീ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. എല്ലാവർക്കും ഒന്നുമില്ല, കുറച്ചു പേർക്ക്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടാവാതിരുന്നേ. ഇനി നീ കാരണം ഈ വിവാഹ നിശ്ചയം അങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ്ടേ അവള് വിളിച്ചിട്ട് മൂർത്തി സാറിനോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. നിനക്ക് ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ അമ്മ പറയണേ? അമ്മയ്ക്ക് സാമാന്യം പറഞ്ഞു ബോധമൊന്നുമില്ലേ? ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയണം. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നേനും. അതിനെന്താ, അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു, നിശ്ചയം കഴിഞ്ഞതിന് ശേഷമല്ലേ? അമ്മേ, അമ്മയ്ക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല. അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കില്ല. ഗോവിന്ദൻ പറഞ്ഞു, മോളെ ഇപ്പൊ അതുകൊണ്ട് നാണം കെട്ട ഞങ്ങളാണ്. നീയാണ് വിവാഹം മുടക്കിയെന്നും പറഞ്ഞുകൊണ്ട് അനിയുടെ അമ്മ എല്ലാവരും ജലജയൊക്കെ ഞങ്ങളെ കുറെ ചീത്ത പറഞ്ഞു. ഞങ്ങൾ ശരിക്കും നാണം കെട്ട് തല താഴ്ത്തിയാ പോന്നിരിക്കുന്നേ. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടിയെ ചെയ്തിട്ടുള്ളൂ. അമ്മയ്ക്ക് ഞാൻ മകളായിരിക്കും, പക്ഷെ ഞാനൊരു പോലീസ് ഓഫീസറാന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണമെന്ന് പറഞ്ഞു. ദേ, നിന്റെ പോലീസ് ജോലി ഇത് കാരണം മനുഷ്യന് സമനിലയില്ലാത്ത അവസ്ഥയാ, അറിയാലോ. ദേ നന്ദുട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനിയുടെ വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ ഇനിയിപ്പൊ തല ഉയർത്തിപ്പിടിച്ച് അവരുടെ മുന്നിലേക്ക് പോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. നീയാണ് കാരണക്കാരിയെന്നും പറഞ്ഞോണ്ടാ. എന്തൊക്കെ പ്രതീക്ഷയോടെ ഞങ്ങൾ അങ്ങോട്ട് പോയെന്നറിയാവോ? ആ കല്യാണം നടക്കുമായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്താമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ഓഹോ, അപ്പൊ അതായിരുന്നു അമ്മയുടെ മനസ്സിലിരിപ്പില്ലേ? അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹം വേണമെന്ന്. അമ്മേ, അനിയുടെ കല്യാണം മുടങ്ങിയത് ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അനാമിയാണ് കൊണ്ട പരാതി കൊടുത്തേ. അമ്മ ഒരു കാര്യം ചെയ്യുക, അവിടെ പോയി അനാമിയോട് ചോദിക്കുക എന്തിനാണ് എനിക്കെതിരെ പരാതി കൊടുത്തതെന്ന്. അല്ലാതെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ദേഷ്യത്തോടു കൂടി നന്ദു അകത്തേക്ക് കയറിപ്പോയി. കനക ഗോവിന്ദനോട് പറഞ്ഞു, കണ്ടില്ല ഗോവിന്ദേട്ടാ, അവളുടെ ധാർഷ്ട്യം കണ്ടോ? ഞാൻ പറഞ്ഞ അവളെ എങ്ങനെ പുല്ല് വിലക്ക് എടുത്തു ചോദിച്ചു. അതെ, അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ശരിയാന്ന് എനിക്കും തോന്നുന്നുണ്ട്. അവളെ കുറ്റം പറയാൻ പറ്റില്ല കനകെ. അവൾ അവളുടെ ജോലി ചെയ്തു. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഗോവിന്ദേട്ടാ? അവൾക്ക് ഇത്തിരി ഒന്ന് സാവകാശം കാണിക്കുമായിരുന്നെങ്കിലോ? സാവകാശം കാണിക്കുന്നൊരു പ്രയോജനമൊന്നും ഇല്ലല്ലോ. സാരമില്ല, ഇനിയിപ്പോ അനാമിയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് അവന്തികയുടെ അനിയുടെയും വിവാഹം നടത്തുന്നല്ലേ മൂർത്തി സാറ് പറഞ്ഞേ. അതിന് നടക്കുമെന്ന് ആര് കണ്ടു? ആ ജോത്സ്യം പറഞ്ഞ പോലെ നന്ദുവിന്റെ മനസ്സിലുള്ള ചെറുപ്പക്കാരനുമായിട്ട് നന്ദുവിന്റെ വിവാഹം നടക്കുമെന്നല്ലേ പറഞ്ഞേ. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നന്ദുവിന് വേണ്ടുന്ന ആലോചനയൊക്കെ കൊണ്ടുവന്നാലോ? 1-2 ബ്രോക്കർമാരോട് പറയാം, എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ വിവാഹം നടത്താൻ നോക്കാം. ഗോവിന്ദൻ പറഞ്ഞു, അത് വല്ലതും നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നടത്തണം ഗോവിന്ദേട്ടാ, ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാര്യത്തിന് എത്രയും പെട്ടെന്ന് ഒരു തീർച്ച തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നന്ദു മുറിയിലേക്ക് പോയിട്ട് നന്ദുവിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാരും തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ സന്തോഷമുള്ളൊരു കാര്യമാണ് അനിയുടെ അവന്തികയുടെ വിവാഹം മുടങ്ങിയതില്. പക്ഷെ ഇപ്പൊ കുറ്റം മുഴുവൻ തന്റെ തലയ്ക്കാണ്. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എന്ത് വന്നാലും തന്റെ തലക്കിലേക്കാണല്ലോ വരുന്നതെന്നൊരു ചിന്ത അത് നന്ദുവിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ നന്മകൾ ചെയ്തു കൊടുത്താലും ഒടുവില് എല്ലാരും തന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ. ഇനി ഇതിന്റെ പേരിലായിരിക്കും അച്ഛനും അമ്മയും തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അനിയുടെ വിവാഹാലോചന മുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് അതിന് കാരണക്കാരി താനാന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും മൂർത്തി സാറിനും വാസനും മുത്തശ്ശിയോ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഈ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ച പാലെന്ന് പറഞ്ഞോടൊക്കെ എന്താണെങ്കിലും വിവാഹം അധികം പെട്ടെന്ന് നടക്കാനൊന്നും പോകുന്നില്ല. നിശ്ചയം മുടങ്ങിയല്ലോ. ഇനിയിപ്പം നന്ദുവായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, നന്ദുവായിട്ട് ഒന്നിക്കാം എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.